മുന്നും പിന്നും നോക്കാതെ ഞാൻ കായിൽ തുപ്പല് തൊടില്ലാന്ന് അറിയാലോടാ സുധാരാനക്ക്. അറിയാം. 100% പലിശ. പക്ഷെ എനിക്കത് വരവ് നാളിൽ തന്നെ കിട്ടണം. മുടക്കം വരുത്തിയ നിന്നെ ഞാൻ പൂട്ടും, നിന്റെ കാളരി ഞാൻ പൂട്ടും. ആശാനെ, 6 മാസത്തിൻ്റെ ഉള്ളിൽ ആശാന്റെ മുതലും പലിശ ഞാൻ ഇവിടെ കൊണ്ടു തന്നിരിക്കും. ആശാൻ എന്നെ വിശ്വസിക്കേ. നിന്റെ കോളേജിലെ കച്ചവടം തരക്കേടില്ല എന്ന് അറിഞ്ഞോണ്ടാ നിനക്കിപ്പം ഞാൻ കായണ്ണി തരണത്. കുഞ്ചേ, കൊടുത്ത നാളെ 1152 മിഥുനം 12, കിട്ടേണ്ടത് 1152 വൃശ്ചികം 12. സുധാരാ, ആ ചെക്കൂടെ നീ ഒന്ന് എഴുതി കൊടുത്തേക്ക്. കുഞ്ചോ, ഇതങ്ങ് പണ്ടാരപ്പെട്ടിയിൽ വെച്ചങ്ങ് പൂട്ട്. ആശാനെ, അതാണ് ശശി. ശശി സാറ് വീടുകൾ തോറും കയറി ഇറങ്ങി ട്യൂഷൻ എടുക്കലാണ് മൂപ്പരെ പണി. ഹിന്ദി, ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് എല്ലാം അടിപൊളിയായിട്ട് എടുക്കും. നമ്മളെ സുന്ദര പണിക്കര് ഒന്ന് ചാടിക്കാൻ നോക്കിയതാ, നടന്നില്ല. ഇവന്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ട്? ഫാന്റാസ്റ്റിക് ആണ്. എന്നാ മുട്ടി നോക്ക് പോ. ഓക്കെ സാറേ, 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 അവിടെ നിൽക്ക് സാറേ. സാറേ, സാറേ, എന്നെ ഒന്ന് 4 മുക്ക് കവലയിലാക്കി തരുമോ? ഓക്കെ. അവിടെ വിട്ടാ മതി, അതിന്റെ അപ്പുറത്ത്. ആയിക്കോട്ടെ. എന്റെ പൊന്നു സുബ്രഹ്മണ്യ സ്വാമി, എന്റെ മുറ്റത്തുനിന്ന് വിളിച്ചാൽ പോലും സ്വാമിക്ക് എന്നെ വിളി കേൾക്കാം. പിന്നെ എന്തിനാ ദിവസവും ദിവസവും അങ്ങയുടെ തിരുമുമ്പിൽ വരുന്നതെന്ന് അങ്ങക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ് ഒരു കൈത്താങ്ങ്. വീട്ടിലെ ചീത്ത കേട്ടിട്ട് മടുത്തു. എന്തെങ്കിലും ഒരു ജോലി. ടൈപ്പ് റൈറ്റിംഗ് ഒന്നും വേണമെന്നില്ല, കണക്കെഴുത്തായാലും മതി. പിന്നെ കാണിക്കിടാൻ പോലും നയ്യാ പൈസ ഇല്ല. കൈവിടരുത്, ഇതൊരു അപേക്ഷയാണ്. എടി ശകുന്തളെ, നീ തലകുത്തി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നും നടക്കാൻ പോകുന്നില്ല. വന്ന് മഴയ്ക്ക് മുമ്പ് നെല്ലുണക്കാൻ നോക്ക്. ഒന്ന് മനസ്സമാധാനിട്ട് പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കില്ല അമ്മ. അമ്മ എന്തിനിങ്ങനെ നടന്ന് ഒച്ച വെക്കുന്നത്? ആ മതി പ്രാർത്ഥിച്ചൊക്കെ. ഓ പിന്നെ തഹസിൽദാർ ഉദ്യോഗം ഉമ്മറപ്പടിയിലേക്ക് കൊണ്ടുവരാൻ പോവാല്ലേ എന്റെ പൊന്നുമോള്. മഴയ്ക്ക് മുമ്പ് ഒന്ന് നെല്ലുണക്കാൻ നോക്ക്. കരിനാക്കെടുത്ത് വളയ്ക്കണ്ട. എംപ്ലോയ്മെന്റിന് ലെറ്റർ ഉടനെ എത്തും, നോക്കിക്കോ. ഓ, കറിക്കരയ്ക്കാൻ തേങ്ങയില്ലാണ്ട് ഇരിക്കായിരുന്നു. ഓ, ഈ അമ്മയുടെ ദാരിദ്ര്യം കേട്ട് കേട്ട് കാത് കഴിച്ചു. പിന്നെ തുക്കടി സാഹിബിന്റെ മോളല്ലേ. അമ്മയ്ക്കിപ്പൊ തൊട്ടിന് പിടിച്ചതിനൊക്കെ എന്റെ അടുത്താ കുറ്റം. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും ചെയ്യണ്ടല്ലോ, രീതിയായിട്ടൊക്കെ കൊണ്ടുവരുന്നല്ലേ. പറഞ്ഞാലോ വലിയ കാളിയത്ത് തറവാടാ. അടുപ്പെരിയണമെങ്കിലേ ദേ സുബ്രഹ്മണ്യ സ്വാമി കനിയണം. അമ്മ നല്ല കാലൊക്കെ വരും അമ്മ. എംപ്ലോയ്മെന്റ് തോന്നണോ? കോളടിച്ചല്ലോ. ഇതും പോയാ? ക്ലാസ്സൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ ടീച്ചറെ.
സാറേ, ശശി സാറ്. ആ. കെ ശശീന്ദ്രൻ. ആ നമസ്കാരം സാർ. നമസ്കാരം. കണ്ടിട്ടില്ലെങ്കിലും സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സാർ ഈ ഹരിശ്രീയിലേക്ക് വരുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ഒരുപാട് നന്ദി സാർ. സ്റ്റുഡൻസ് വളരെ കുറവാണ്, റിസൾട്ട് മോശമാണ്. ചാക്കോ എല്ലാ കാര്യങ്ങളും സാറിൻ്റെ അടുത്ത് പറഞ്ഞു കാണുമല്ലോ. ശശി സാറിൻ്റെ കയ്യിലാണ് ഇനിയെല്ലാം. ഇവിടെ കൂടെ നിന്ന് ആ എക്സലൻസ് പണിക്കരുടെ ക്ലാസ് നമുക്ക് പൂട്ടിക്കണം. അത് പിന്നെ പ്രത്യേകം പറയണോ? അതൊക്കെ പൂട്ടി പടമടിക്ക് കൈ തരില്ലേ? അല്ല സാറേ. അല്ല, അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ, നമ്മളെന്തിനത് പൂട്ടിക്കുന്നത്? ആത്മാർത്ഥമായിട്ട് പണിയെടുത്താൽ വിജയം താനേ നമ്മുടെ കയ്യിൽ വരും. പിന്നെ സാറേ, എൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം. ഇവിടെ എല്ലാവർക്കും 60 രൂപയാണ്. പക്ഷെ സാറിന് വേണ്ടി മാത്രം ഞാൻ 100 രൂപ ആക്കിയിട്ടുണ്ട്. അയ്യോ, അത് പറ്റില്ല സാറേ. 200 രൂപയ്ക്ക് കട്ടായം കിട്ടണം. ഏതാണ് സാർ എൻ്റെ ആദ്യത്തെ ക്ലാസ്? 3ാമത്തെ ക്ലാസ്സാണ്. ആ, സൂക്ഷിക്കണം സാറേ, കുഴപ്പക്കാരാ. എന്നാ ശരി. സാറേ, 200 ഒരു കൂടുതലേ അല്ല. ഇംഗ്ലീഷ് അല്ലേ, കൊടുക്കേണ്ടി വരും. എൻ്റെ പേര് ശശീന്ദ്രൻ TK. ഞാനാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണോ? സാറേ, ഇംഗ്ലീഷ് എന്നല്ല, ഞങ്ങൾക്ക് ഒന്നും പഠിക്കാൻ ഇഷ്ടമല്ല. പിന്നെ വീട്ടിലെ അച്ചാലമ്പാണ് സാറേ, അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഒരുങ്ങിട്ടി വരുന്നത്, അല്ലടാ? അതെ സാറേ, സാർ വിചാരിച്ച് ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ മഹാ തല്ലിപ്പൊളികളാണെന്നൊരു കത്ത് സാർ പ്രിൻസിപ്പളിനും കൊടുക്കും. പ്രിൻസിപ്പളെ കത്ത് പുറയിൽ കൊടുത്താൽ ഇനി എന്നും രാവിലെ ഞങ്ങളിവിടെ ഒന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. പ്ലീസ് സാറേ, പ്ലീസ് സാറേ, പ്ലീസ് സാറേ. എന്താണ് നിന്റെ അച്ഛൻ്റെ പണി? അബൂബക്കർ സാഹിബിന്റെ കളപ്പുരയിൽ നെല്ല് പതിക്കലാണ് ഉമ്മാന്റെ പണി. നിന്റെയോ? സാറേ, എന്നെക്കാളും തല്ലിപ്പൊളിയാണ് എൻ്റെ അച്ഛൻ. സാറേ, ഇതാ ഇപ്പൊ കാരമുക്ക് ഷാപ്പിൽ പോയാൽ കാണാം. എന്നാ സഹായിച്ചു കളയാം. ഞാൻ പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. അത് കേൾക്കാൻ പറ്റാത്തവർ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കണം. ഇറങ്ങിപ്പോകുമ്പോ ഒരു കാര്യം ഓർത്തോ, 10-12 വർഷം കഴിയുമ്പോ നീയൊക്കെ കാരമുക്ക് ഷാപ്പിലോ കളപ്പൂരിലോ കിടന്ന ജീവിതം തൊലഞ്ഞു പോവേ ഉള്ളൂ. എടാ, നീയൊക്കെ ചെറുപ്പമാണ്, ബുദ്ധി ഓർക്കാത്ത പ്രായം. 4 ലക്ഷം ഇപ്പൊ പഠിച്ച തലയിലിരിക്കും. ഞാൻ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട, വേണമെങ്കിൽ മതി. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റോബർട്ട് ഫ്രോസ്റ്റ്. അദ്ദേഹത്തിന്റെ കവിത സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ്. സുധാര സാറേ, കോളേജിൽ പുതിയ സാറ് വന്നോ? Whose woods these are, I think I know. His house is in the village though. He will not see me stopping here to watch his woods fill up with snow. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല, കവി വുഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? സാറേ, സാറിന്റെ സെലക്ഷൻ സൂപ്പറാ. മരങ്ങൾ. എന്ത് സൈലന്റ് ആയിട്ടാ കുട്ടികളൊക്കെ ക്ലാസ്സിലിരിക്കുന്നേ. ആദ്യമായിട്ടാണ് ഇത്രയും ഗംഭീരായിട്ടൊരു സാറ് ക്ലാസ് എടുക്കുന്ന കാണുന്നത്. ഇങ്ങനെ ഒരാൾ തന്നെ കണ്ടുപിടിച്ച എന്തായാലും വളരെ നന്നായി. ഇവിടെ ആരാണ് കവി, എവിടെയാണ് സഞ്ചരിച്ചത്, എന്താണ് സാറേ, ആ താഴ്ചയ്ക്കുണ്ടായ അനുഭവം? ശശി സാർ ഇവിടെ പൊളിക്കും, പൊളിച്ചടുക്കും. ഇതേപോലെ കണക്കും കൂടെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു ടീച്ചറെ കിട്ടിയ എക്സലന്റ് പൂട്ടും. മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നു. യാതൊരു ശ്രദ്ധ സുന്ദര പണിക്കരേ നിങ്ങളോട് പ്രത്യേകിച്ച് തിണ്ടും. ഇവിടെ ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലാവും. അത് തന്നെ. നീ ഇങ്ങനെ കുങ്കുമവും വായിച്ച് റേഡിയം കേട്ടോണ്ടിരുന്നോ? എംപ്ലോയ്മെന്റിലേക്ക് ഇനി എത്തി നോക്കണ്ട. സഹകരണ ബാങ്കിലെ കണക്കപ്പള്ളിയുടെ ഒരു ഒഴിവുണ്ടെന്ന് ഗോപാലൻ സഖാവ് പറയണ കേട്ടു. നീ ഒന്ന് അപേക്ഷിച്ചേക്ക്. നമ്മൾ എത്ര അപേക്ഷകൾ അയച്ചതാ അമ്മ. പൈസ കൊടുക്കാതെ ജോലി കിട്ടണമെങ്കിൽ ആരുടെങ്കിലും ശുപാർശ കത്ത് വേണം. നമുക്ക് വേണ്ടി പറയാൻ ആരുള്ളത് അമ്മ? ആരത്? സുധാകരൻ സാറോ? സാറ് വരൂ, അകത്തേക്ക് ഇരിക്കാം. കുഴപ്പമില്ല. സാറെന്താ ഈ വഴിക്ക്? കരയോഗത്തിലെ ചിട്ടി പൈസയുടെ കാര്യത്തിനാണെങ്കിൽ
ഇപ്പൊ ഇത്തിരി ബുദ്ധിമുട്ടില്ല. ഉം. ഒരു 3 മാസത്തിനുള്ളിൽ പൈസ മുഴുവനും തന്നു തീർത്തോളാം. ചേച്ചി, ഞാനിപ്പോൾ വന്നത് കരയോഗം പ്രസിഡന്റായിട്ടല്ല. ചേച്ചിയുടെ അടുത്ത് വേറൊരു കാര്യം പറയാനാണ് വന്നത്. ചേച്ചിയുടെ മോള് BSc മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ആ, എന്തേ? പഠിപ്പൊക്കെ കഴിഞ്ഞ് കുറേയായി. എൻ്റെ ട്യൂട്ടോറിലേക്ക് ഒരു കണക്ക് ടീച്ചറെ വേണം. പറ്റുന്ന ഒരാളെ കിട്ടുന്നില്ലെന്നേ. തപ്പി നടന്നിട്ട് കുറച്ച് നാളായി. മാസം 100 വെച്ച് കൊടുക്കാം. ചേച്ചിക്ക് വിരോധമില്ലെങ്കിൽ ചേച്ചിയുടെ മോളെ ഒന്ന് കോളേജിലേക്ക് അയക്കാമോ? ഐ എം ഷുവർ ഷീ വിൽ ബി ഗുഡ്. മോളെ ശകുന്തളെ, സുധാകരൻ സാറിനൊരു ചായ എടുക്ക. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എടുത്തോളാം. നീ ഇവിടെ കുങ്കുമം വായിച്ച് കണ്ണീരൊലിപ്പിച്ചോണ്ടിരുന്നോ? എടി, ദയവായിട്ട് കൊണ്ടുപോകുന്ന അവസരം ഇത്. ഇതെങ്കിലും നീ തട്ടിക്കളയാണ്ടിരുന്നാ മതി.